നീട്ടിയത് പ്രതിപക്ഷത്തിന്റെ സമ്മതത്തോടെ എന്ന് വെളിപ്പെടുത്തി എക്സൈസ് മന്ത്രി MP രാജേഷ്. തീരുമാനത്തിൽ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിരുന്നു. ടൂറിസം മേഖലകളിൽ ഇപ്പോൾ തന്നെ പ്രവർത്തന സമയം രാത്രി 12 മണി വരെയാണെന്നും അവിടെ സമയം ഏകീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കി. 1 മണിക്കൂർ നേരത്തെ അടച്ചതുകൊണ്ട് ആരെങ്കിലും മദ്യം വേണ്ടെന്ന് വെക്കുമോ എന്നും മന്ത്രി ചോദിക്കുന്നു. പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു സർക്കാർ ഈ തീരുമാനം എടുക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം അനുകൂല നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. ഇനി തർക്കം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയാൻ ബാക്കി. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയത് ദുരൂഹമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. എല്ലാവർക്കും ലൈസൻസ് നൽകി മദ്യമൊഴുക്കുന്നത് ദോഷകരമെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. തീരുമാനം LDF-ൽ ചർച്ച ചെയ്തോ എന്നതിൽ CPM-ൽ ആശയക്കുഴപ്പമുണ്ട്. എന്നാൽ തീരുമാനത്തെ എതിർത്ത് KCBC-യും ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തി. അർജുൻ രാജ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, ഇപ്പോൾ മന്ത്രി MP രാജേഷ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇത് പ്രതിപക്ഷത്തിന്റെ കൂടി അറിവോടെയാണ്. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ആരോപണങ്ങൾ അത് വെറും പൊള്ളയാണെന്ന് മന്ത്രി പറഞ്ഞു വെക്കുന്നു. മന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തണമെങ്കിൽ തീർച്ചയായും അതിലൊരു ആത്മവിശ്വാസം ഉണ്ടാകുമല്ലോ. ഇതിന് പിന്നണിയിൽ എന്തൊക്കെ നടന്നിരിക്കാമെന്നാണ് അനുമാനിക്കുന്നത്. മാത്രമല്ല, ക്രിസ്ത്യൻ സഭകളുടെ അടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ സർക്കാരിനെതിരെയുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വലിയ രീതിയിലൊരു വാക്പോരിലേക്ക് ഇനി അങ്ങോട്ട് ഈ ബാർ സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയരുമെന്നാണോ വിലയിരുത്തൽ? സംഗീത, തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയത് കൂടി വലിയ വിവാദമാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പ്രതിപക്ഷം ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തീരുമാനം എന്ന നിലയ്ക്ക് അതിൽ ദുരൂഹത ആരോപിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളുമൊക്കെ ഈ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചതിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. മാത്രമല്ല, ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ള സഭകളും സർക്കാരിനെതിരെ രംഗത്തെത്തിയത് വലിയ പ്രതിരോധത്തിലേക്ക് സർക്കാരിനെ കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് ഇക്കാര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് തീരുമാനത്തിലേക്ക് പോയതെന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷ് വിശദീകരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം പ്രതിപക്ഷത്തെ കൂടി കേട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നതെന്നാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ കൂടി സമ്മതം ഈ ബാറുകളുടെ സമയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം കൂടുതൽ പ്രതികരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. രാവിലെ 10 തൊട്ട് രാത്രി 12 മണിവരെ എന്നുള്ളത് നിലവിൽ ടൂറിസം കേന്ദ്രങ്ങളിലാണ് അത്തരത്തിലുള്ള സമയക്രമം ഉള്ളത്. അത് മറ്റ് ബാറുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക അല്ലെങ്കിൽ ഏകീകരിക്കുകയാണ് ചെയ്തതെന്നാണ് എക്സൈസ് മന്ത്രി വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും സംസ്ഥാനത്തെ എല്ലാ ബാറുകളുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് 14 മണിക്കൂറിന് മുകളിലേക്ക് എത്തുകയാണ്. അത് സ്വാഭാവികമായും മദ്യ ഉപഭോഗം വർദ്ധിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഈ പറയുന്ന സഭകളുടെ എതിർപ്പ്, അതിനോടൊപ്പം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഇക്കാര്യത്തിലുള്ള വിയോജിപ്പുകൾ വരും ദിവസങ്ങളിൽ പ്രകടമാകുകയും ചെയ്യും. അതേസമയത്ത് സർക്കാരിൻ്റെ മദ്യനയവുമായി ബന്ധപ്പെട്ട് നയപരമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്ന നിലയ്ക്ക് അതിനെ കാണുകയും ചെയ്യും. കാരണം LDF മുൻപ് തന്നെ മദ്യനയം പ്രഖ്യാപിച്ചതാണ്. LDF-നകത്ത് ചർച്ച ചെയ്ത് അത് അംഗീകരിച്ചതുമാണ്. അതൊരു തീരുമാനം എന്ന നിലയ്ക്ക് നടപ്പാക്കുകയാണ് സർക്കാർ ചെയ്തതെങ്കിൽ കൂടിയും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു. LDF കൺവീനർ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നത് ഇത് വാർത്താ മാധ്യമങ്ങളിലൂടെ കാര്യങ്ങൾ അറിഞ്ഞത് മൂലമാണ് കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കിയത് എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അതിനുശേഷം പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിപ്പോൾ തെറ്റാണ്, പ്രതിപക്ഷത്തിന്റെ കൂടി സമ്മതമുണ്ട് എന്ന് ഇപ്പോൾ MP രാജേഷ് പറഞ്ഞു വെക്കുന്നു. MP രാജേഷ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന ഈ മറുപടികൾ, അതിന് ഈ വിവാദത്തിന് ഇനി ഒരു മറുപടി പൂർണ്ണതോതിലാകുമെന്ന് വിശ്വസിക്കാനാകുമോ ഈ ഘട്ടത്തിൽ? സംഗീത, ഇത് തുടരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിനെതിരെ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. പ്രതിപക്ഷത്തെ കൂടി കേട്ടാണ്, അവരുടെ കൂടി സമ്മതത്തോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പോയതെന്ന് MP രാജേഷ് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി പ്രതിപക്ഷ നേതാക്കൾ അതിന് മറുപടി പറയേണ്ടി വരും. ഏതെങ്കിലും തരത്തിലൊരു ചർച്ച ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പ്രതിപക്ഷമാണ് ഇനി വിശദീകരിക്കേണ്ടത്. അതിനോടൊപ്പം തന്നെയാണ് LDF-ലും ഇക്കാര്യത്തിലൊരു
ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. നേരത്തെ തന്നെ മദ്യനയം ചർച്ച ചെയ്തതാണ് എന്ന് പറയുമ്പോൾ കൂടിയും ഇന്ന് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രസ്താവനകളാണ് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ഉത്തരവ് പത്രങ്ങളിലൂടെയാണ് വായിച്ചറിഞ്ഞത് എന്നുള്ളതാണ്. അതേസമയത്ത് തന്നെ LDF-ൽ ഇത് ചർച്ചയായിട്ടില്ലേ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ വരികയും ചെയ്തു. അതേസമയത്ത് CPM നേതൃത്വം വിശദീകരിക്കുന്നത് കഴിഞ്ഞ ഇടതുമുന്നണി യോഗത്തിനകത്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ട്, ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങളുടേത് സമാനമായി ഏകീകരിക്കുന്നു എന്നുള്ള തീരുമാനം ഇടതുമുന്നണി യോഗത്തിൽ തന്നെ MV ഗോവിന്ദൻ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് CPM വ്യക്തമാക്കുന്നത്. LDF-ൽ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നത ഇല്ല എന്ന് CPM പറയുന്നു. തീർച്ചയായും വാക്കുകളിൽ നിന്ന് ഇന്ന് LDF കൺവീനറും അക്കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കേട്ടതാണ്. നിഖിൽ അളവൂർ കൂടി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, ഇപ്പോൾ മന്ത്രി MP രാജേഷ് ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ കൂടി സമ്മതം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും ഇനി അർജുൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വീണ്ടും അത് ഒരു വലിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ വലിയ വാക്പോരിലേക്കൊക്കെ നയിക്കാനിടയാകുന്ന പ്രസ്താവന കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിലിപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ പിന്നണിയിൽ എന്തൊക്കെ നടന്നിരിക്കാം? പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇന്ന് പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതിനോട് വിരുദ്ധകരമായിട്ടുള്ള കാര്യമാണ്, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന തരത്തിലാണ്. അതിനെ തീർത്തും പാടെ അവഗണിക്കുന്നു ഇപ്പോൾ മന്ത്രി MP രാജേഷ്. എന്ത് മനസ്സിലാക്കണം നിഖിൽ ഇക്കാര്യങ്ങളിൽ നിന്നൊക്കെ? സംഗീത, ഏതായാലും മന്ത്രിയുടെ ആ പ്രതികരണം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നു എന്ന കാര്യം നേരത്തെ അറിയാമായിരുന്നു. അത് ഈ പ്രതിപക്ഷം അനുകൂല നിലപാടുണ്ട് എന്ന് സർക്കാരിനെ അറിയിച്ചതാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനവുമായി ഈ തീരുമാനമെടുക്കുന്നതിലേക്ക് മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് മന്ത്രി MP രാജേഷ് പറയുന്നത്. പക്ഷേ രാവിലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അങ്ങനെ ആയിരുന്നില്ല. അതനുസരിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ തന്നെയാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് എന്താണ് പ്രതികരിച്ചതെന്ന് തനിക്കറിയില്ല. പക്ഷേ ഏതായാലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് തങ്ങളെ അറിയിച്ചതാണ് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ പറയുന്നില്ല എന്നുകൂടി പറയുന്നുണ്ട് മന്ത്രി. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ മന്ത്രി നൽകുകയാണ്. ഈ ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നത് ശരിയല്ല, സമയം ഏകീകരിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. കാരണം കേരളത്തിൽ ഈ ബാറുകളുടെ ലൈസൻസ് ഫീസ് എല്ലാ ബാറുകൾക്കും ഒരേ തുകയാണ് ലൈസൻസ് ഫീസായി വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലുള്ള അതേ സമയം മറ്റ് ബാറുകൾക്കും നൽകുക കൂടി മാത്രമാണ് ചെയ്തത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം വളരെ വേഗത്തിലാണ് എന്നുള്ള ആരോപണമാണ് മറ്റൊന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് ഫയൽ വളരെ പതുക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം നടത്തിയത്, അല്ലാതെ ഈ പറയുന്നത് പോലെ വേഗത്തിലുള്ളൊരു ഫയൽ നീക്കമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ വളരെ മുന്നേ തന്നെ ഈ ഒരു തീരുമാനം വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന് മന്ത്രി പറയുന്നത് ഇതൊരു വ്യവസായം എന്ന നിലയിൽ ആ നിലയ്ക്ക് അതിനുവേണ്ടി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക തന്നെയാണ് വേണ്ടത്. അത് ഈ സർക്കാരിൻ്റെ ഇടത് സർക്കാരിൻ്റെ മദ്യ നയവുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. അതിൽ വിരുദ്ധ അഭിപ്രായങ്ങളുടെ സാഹചര്യമില്ല എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് ഇതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഈ ഫയൽ നീക്കം വേഗത്തിലായി എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോഴാണ് മന്ത്രി MP രാജേഷ് പറയുന്നത് പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടായിരുന്നു, ആ അനുകൂല നിലപാട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്, ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വിവാദങ്ങൾ ഉണ്ടാകില്ല ഈ വിഷയത്തിൽ എന്ന സൂചനയെ തുടർന്ന് തന്നെയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് പോയത് എന്നുകൂടി മന്ത്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ശരി നിഖിൽ.